അങ്ങനെ ആ ദിവസം വന്നെത്തി. ആഷ്ഫോർഡ് ആൻഡ് സെൻറ്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റലിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ റെസിഗ്നേഷൻ കൊടുത്തിട്ട് 4 വീക്സ് ആയിരുന്നു എൻ്റെ നോട്ടീസ് പീരീഡ്. അപ്പോൾ എൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ദിവസവും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലൊരു തേങ്ങലായിരുന്നു. കാരണം ഇനി ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ ക്യൂട്ട് സ്റ്റഫ്സ് ആണ് കേട്ടോ. അപ്പം എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ഏകദേശം അവസാനത്തോടെ എത്തി. അപ്പോൾ ഓരോ മൊമെൻറ്റ്സും ഞാൻ എൻജോയ് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മളൊരു ചിക്കൻ റാപ്പായിരുന്നു കഴിച്ചത്. അതും ഒരു ചായ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എണീറ്റപ്പോഴത്തേനും ഉച്ചയായിരുന്നു. ഉച്ചയായി കഴിഞ്ഞ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് എനിക്കും സോനുവിന് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ അനിൽ ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അതുമാത്രമല്ല ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഫെയർവെൽ പാർട്ടി പോലെയും അവർ നടത്താൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ഡെക്കറേഷൻസ് എല്ലാം ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കുട്ടി. അപ്പം അമ്പോച്ച എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം കൊച്ചിൻ്റെ ശരിക്കും പേര് ആഡ്രിയ എന്നാണ്. അപ്പം ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ തിരിച്ച് വിളിച്ചിട്ട് അവിടെ ഒരു ഫെയർവെൽ പാർട്ടി പോലെ നടത്തിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുപാട് എഫേർട്ടിട്ട് ചെയ്തൊരു ഫെയർവെൽ പാർട്ടി ആയിരുന്നു കേട്ടോ. ഇത് എല്ലാവരും ഒരുമിച്ച് അവസാനമായിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു ടീം, ഇങ്ങനെ ഒരു ഫെയർവെൽ പാർട്ടി ഉണ്ടാക്കി തന്നതിന്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം കേട്ടോ. ഏകദേശം എല്ലാവരും ഉണ്ട്, മിസ്സായവരും ഉണ്ട് ഇതിനകത്ത്. അത് കഴിഞ്ഞ് എനിക്കൊരു മലയാളീസിൻ്റെ ഒക്കെ കൂടെ ഒരു ചെറിയൊരു പാർട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മലയാളി ടീം കേട്ടോ. ഇതിൽ മിക്കവരെയും എനിക്ക് കോളേജിൽ നിന്നേ അറിയാം. എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സുമായിട്ടൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ മെമ്മറീസൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 10-11 മണിയായപ്പോഴത്തേനും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഇത്രയും ഈ ഒരു ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതെല്ലാം നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവസാനിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷേ അതിലേറെ സങ്കടമുണ്ട് ഈ ഒരു ടീമിനെയൊക്കെ വിട്ട് ഈ സ്ഥലം മാറി പോകുന്നതിന്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി അവർ തന്ന ഗിഫ്റ്റ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.